അങ്ങനെ ഞാനും നാത്തൂനും കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങാം, ഒന്ന് ലാവിഷായിട്ട് ചുറ്റിയടിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങിയതാണ്. പക്ഷെ അപ്പം തന്നെ ആദ്യം ഒരു പണി തന്നു. ഇറങ്ങിയത് വെറുതെ തന്നെയല്ല കേട്ടോ, അല്ലിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അല്ലിയുടെ ബർത്ത്ഡേ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനായിട്ടും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. മനുവേട്ടൻ അന്ന് ബിസി ആയിരുന്നു. അപ്പം മോളുവിനെ കൂട്ടി, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളെന്തായാലും പുറത്തിറങ്ങി. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ വെറുതെ പുറത്തിറങ്ങി സാധനങ്ങൾ മേടിച്ച് തിരിച്ച് വരുന്നതിന് ഒരു ഗുമ്മില്ലല്ലോ. അതുകൊണ്ട് നമ്മളിതാ അവിടെ നിന്ന് തന്നെ ഫുഡും കഴിച്ചു കേട്ടോ. പലപ്പോഴും ഫുഡ് ബ്ലോഗൊക്കെ ചെയ്യുമ്പം നമ്മൾ പുറത്ത് പ്രൊമോഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ്സിലും മറ്റുമൊക്കെ പോകുന്ന സമയത്തുമൊക്കെ കേൾക്കുന്നൊരു കമൻറ്റാണ്, എന്നും പുറത്തുനിന്നാണോ ഫുഡ്, എന്തൊരു ലാവിഷാണെന്നൊക്കെ. ഉള്ള കാര്യം പറയാമല്ലോ, ഇടയ്ക്ക് ഇങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ ഞാൻ ശരിക്കും ആസ്വദിക്കാറുണ്ട് കേട്ടോ, എൻ്റെ കൂടെ ഉള്ളവരും. എന്തായാലും അവരോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരൊറ്റ ലൈഫേ ഉള്ളൂ. ഒന്ന് ICU കയറി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്, ഇനി മറ്റാരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല, എൻ്റെ സന്തോഷത്തിനായിരിക്കും ഞാൻ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളത്. കാരണം നാളെ എന്താണെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ഉള്ള സമയം നമ്മുടെ കൂടെയുള്ളവരെയും നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കുന്നത് വലിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞങ്ങൾ അല്ലീനെ സ്കൂളിൽ വിട്ടിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങൾക്കും ഒക്കെ പോയത്. അല്ലി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഗിൽറ്റ് ഫീലിംഗ് ആയിരുന്നു, അയ്യോ അല്ലീനെ എവിടെയും കൊണ്ടുപോയില്ലല്ലോ എന്ന്. അപ്പോൾ തൊട്ടടുത്തുള്ളൊരു കഫേയിലും കൂടെ ഞങ്ങൾ കയറി. എന്നിട്ട് അല്ലിക്ക് ഒരു പിങ്ക് ഡ്രിങ്കാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പിങ്ക് ഡ്രിങ്കിൻ്റെ കൂടെ തന്നെ ഒരു ഡിസേർട്ടും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ. അവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇതിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞ് ഞാൻ മറന്നുപോയി. എന്തായാലും അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എൻ്റെ നാത്തൂനപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകുന്നേരം വീണ്ടും ഇറങ്ങണമായിരുന്നു. കാരണം അല്ലിക്ക് നാളെ ഒരു സ്കൂൾ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മനുവേട്ടനും കൂടെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത്. യൂഷ്വലി അല്ലിക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഒരു വീക്കിലുണ്ടെങ്കിൽ ഫ്രൈഡേ ഈവനിങ് അവരുടെ ആപ്പിൽ തന്നെ അവർ പോസ്റ്റ് ചെയ്യും കേട്ടോ, ഇന്നതൊക്കെയാണ് ഇന്ന ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരേണ്ടതെന്ന്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങൾ സാറ്റർഡേയ്സിലും സൺഡേയ്സിലുമായിട്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. അതാകുമ്പോൾ എനിക്ക് ഓരോ ദിവസം ചെയ്യാനായിട്ട് എളുപ്പമാണല്ലോ. അപ്പോൾ എന്തോ ഈ ഒരു കാര്യം ഞാൻ മിസ്സായിപ്പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്ത്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് സാഹിയ സിറ്റി സെൻറ്റർ. ഒരു 10 മിനിറ്റ് ഡ്രൈവ് പോലും ഇല്ലെന്ന് പറയാം. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ വെച്ച് പിടിച്ചത്. എന്തായാലും രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ട് തിരിച്ച് വരാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. കാരണം രാവിലെ അല്ലിക്ക് സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ എന്തായാലും അല്ലിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചു, സെറ്റാക്കി. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. ഇനി ഇവരുടെ കൂടെ കുറച്ച് നേരം ഇങ്ങനെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സെഷനുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് സംസാരിക്കുന്ന ഒരു സെഷൻ. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രയൊക്കെ ഉള്ളൂ. ലവ് യു ഗൈസ്, ബൈ.